എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. എന്തിനാടി? നിനക്ക് ഇനി എന്നെ പറഞ്ഞു പറ്റിക്കാനാണോ? അങ്ങനെ പറഞ്ഞു പറ്റിക്കാനാണെങ്കിലേ നിനക്ക് ആള് തെറ്റി. ഉടലോടെ നീ ഭൂമിയുടെ പുറത്ത് ജീവിക്കുന്നുണ്ടെങ്കിലേ അത് ഞാൻ ചെയ്ത കരുണയായിട്ട് കണ്ടാ മതി. എന്നാണ് നീ എനിക്ക് ആ കാശ് തരുന്നത്? പറയടി. ജഗന്നാഥ, നിങ്ങൾക്ക് അവള് പണം തരാനുണ്ടെങ്കിലേ അത് നിങ്ങൾ നല്ല രീതിയിൽ ചോദിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ കൈ ഉയർത്തലും ബഹളമൊന്നും ഇവിടെ വേണ്ട. ഈ വീട്ടിനകത്ത് വെച്ച് അങ്ങനെ സംഭവിക്കുന്ന നോക്കി നിൽക്കാനും ഞങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. ഇവിടെ നോക്കടി. അതെ, പണം നീ എന്തിനാ മേടിച്ചത് ഞങ്ങൾ ആരും ചോദിക്കാൻ വരുന്നില്ല. പക്ഷേ ഇതുപോലുള്ളവർ ഈ കുടുംബത്തിൽ വന്ന് കയറുന്നത് നിർത്തിക്കോണം. അതെനിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്താണെന്ന് വെച്ചാ പറഞ്ഞവസാനിപ്പിച്ചോ എത്രയും വേഗം. കേട്ടോടി. എനിക്ക് ഒരു 2-3 ദിവസം വേണം. ശരി, 3 ദിവസം. 3 ദിവസം. അതിനുള്ളിൽ പണം എന്റെ ഓഫീസിൽ നിനക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തങ്ങ് ചത്താ മതിയടി. ജീവിച്ചിരിക്കുന്നോണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഒരു തന്തയുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ലാത്ത, പക്ഷേ എന്റെ രീതി ഇതായിപ്പോയി. അതങ്ങനെ അങ്ങ് തേച്ചു മായ്ച്ച് കളയാൻ പറ്റില്ലല്ലോ. പറയുന്ന 3 ദിവസത്തിനുള്ളിൽ എന്റെ കാശ് നീ കൊണ്ടുവന്നില്ലെങ്കിലുണ്ടല്ലോ, തെരുവിലിട്ട് വിറ്റിട്ടായാലും ഞാൻ എന്റെ കാശ് മുതലാക്കൂടി. കുറച്ച് ബുദ്ധിമുട്ടായി പോയിന്നറിയാനിയാ. അങ്ങ് ക്ഷമിച്ചേക്ക്. ഈ കാശെന്ന് പറയുന്ന കാര്യം ഒരു കാലന. അത് പലരെയും കൊല്ലും. പോട്ടെ. ഇനി നിനക്ക് അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടോടി? അയാള് പറഞ്ഞത് കേട്ടില്ലേ? അത് സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ച്. ഇതിനെക്കാളും ഭേദം നിനക്ക് അങ്ങോട്ട് ചത്തൂടേടി. ഒന്നും പറയണ്ട മാവ. ഇവളെ ഒന്ന് ഉപദേശിക്കുന്നതില് ഒരർത്ഥവുമില്ല. ഇനി ഇതുപോലെ ഒരുത്ത ഇവിടെ വരാൻ പാടില്ല. അതുകൊണ്ട് നീ കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്തോണ്ട് ഈ പടി അങ്ങോട്ട് ഇറങ്ങിക്കോണം. കേട്ടോടി.